അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ സാഹചര്യം. അക്ബർ, അപ്പാനി, റെന സഖ്യം നിരന്തരം അനുവിനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹിക്കാവുന്നതിൻ്റെ എല്ലാം അപ്പുറമായി കഴിഞ്ഞിരിക്കുന്നു. പാരഡി പാട്ട് പാടുക, പട്ടീന്ന് വിളിച്ച് അധിക്ഷേപിക്കുക, പിന്നെ ഒരു കോഡ് വാക്കുകൾ ഉപയോഗിച്ച് തെറി പറയുക. ഇതൊക്കെയാണ് ഇവർ 3 പേരുടെയും പരിപാടി. ഹൗസിലെ വേറെ ആരെടുത്തും ഇവർക്ക് വേറെ ഒരു പ്രോബ്ലവും ഇല്ല. അനുവിനെ കാണുമ്പം അനുവിനെ കാണണ്ട, അനുവിൻ്റെ പുറകെ പോയി ശല്യപ്പെടുത്തുക. അതാണ് ഇവരുടെ മെയിൻ പരിപാടി ഹൗസിലെ. വേറെ ഒരു ഗെയിമും ഇല്ല. നിവിൻ അനുവിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് പുറത്തു പോകണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. അത് പറ്റാത്തതിൻ്റെ ഒരു സങ്കടവും ഉണ്ട്. എല്ലാവരും അനുവിന് എതിരായി സംസാരിക്കുന്നതാണ് കാണുന്നത്. പ്രേക്ഷകരിലും ഭൂരിഭാഗം അനുവിനെ എതിർത്ത് സംസാരിക്കുന്ന കാണുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളാണ് അനുവിൻ്റെ സ്ഥാനത്തെങ്കിൽ നിരന്തരം ഒരിടവേളയില്ലാതെ ഇങ്ങനെ ഒരാൾ പുറകെ നടന്ന് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തും ചെയ്തു പോകും അല്ലേ? നമ്മൾ ദേഷ്യം വന്നാൽ നമ്മൾ കൺട്രോൾ വിട്ട് പെരുമാറും, ഓരോന്ന് വിളിച്ച് പറയും. അതേ അനുവും ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മൊത്തത്തിൽ പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ഈ സമയത്താണ് അനുവിൻ്റെ കിറ്റ് ആരും അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്. ടോർച്ചറിങ് പോരാതെ ഇപ്പോൾ അടിച്ചു മാറ്റലും എല്ലാം കൂടി അനു കൈവിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ.